CMA USAയുടെ പാർട്ട് 1-ലെ ഏറ്റവും വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് സെക്ഷൻ ഡി, കോസ്റ്റ് മാനേജ്മെൻറ്റ്. ആ ഒരു സെക്ഷൻ്റെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇറ്റ്സ് മീ യാസർ അബ്ദുള്ള, യു ആർ ഫാക്കൽറ്റി ഫോർ CMA USA ആൻഡ് HCCA. അപ്പോൾ നമ്മൾ CMA USA സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷൻ നമ്മുടെ എക്സാം പേഴ്സ്പെക്റ്റീവിലും അതുപോലെ നമ്മൾ റിയൽ വേൾഡ് പേഴ്സ്പെക്റ്റീവിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനമാണ്. ഇതിലെന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്, ഈ ഒരു സെക്ഷൻ്റെ ഓവർവ്യൂ എന്താണ്, ഇതിലെന്തൊക്കെ സിലബസ് ആണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രോപ്പർലി ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ കോസ്റ്റ് എന്നുള്ള സാധനം നമ്മൾ ഫെമിലിയർ ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണല്ലേ. അപ്പോൾ ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, എല്ലാവരെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ഉണ്ടാവും. ഈ കോസ്റ്റ് പ്രോപ്പർലി നമ്മൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു കോസ്റ്റിനെ മാനേജ് ചെയ്യുക എന്നുള്ളതിൻ്റെ പ്രോപ്പർ സ്ട്രക്ചർ നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ എന്ത് ചെയ്യും, പഠിക്കും. പക്ഷേ ഒരു കോസ്റ്റിനെ മാനേജ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ആ കോസ്റ്റ് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം, മെഷർ ചെയ്യണം. അപ്പോൾ അത്രത്തോളം കോസ്റ്റുകളാണ് നമ്മളെ കമ്പനിയിലുള്ള ഓരോ ആക്ടിവിറ്റീസിനും വരുന്നത് എന്ന് നമ്മൾ പ്രോപ്പർലി മെഷർ ചെയ്യണം. അത് മെഷർ ചെയ്യാൻ വേണ്ടി ഒരുപാട് മെത്തേഡുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പോർഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ആ സെക്ഷൻസിലേക്ക് കടക്കുന്ന സമയത്ത് പ്രോപ്പർലി നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് ടെക്നിക്സുകളും അതിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് മെത്തേഡ്സുകളും യൂസ് ചെയ്തുകൊണ്ട് കമ്പനിയിലുള്ള ഓരോ ആക്ടിവിറ്റീസിൻ്റെയും കോസ്റ്റുകൾ നമ്മൾ പ്രോപ്പർലി കാൽക്കുലേറ്റ് ചെയ്യും, മെഷർ ചെയ്യും. അത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കമ്പനിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെ കമ്പനിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾക്ക് എത്രത്തോളം ചിലവുകളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവും. ആ ചിലവുകൾ കിട്ടിയാലേ നമുക്ക് അതിന് എത്ര വിലയ്ക്ക് വിൽക്കാൻ പറ്റും, അതിന് ആ സർവീസിന് എത്ര പ്രൈസുകൾ ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ കമ്പനിക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ പ്രശ്നം ഈ കോസ്റ്റുകൾ മേ ബി കൂടാനും കുറയാനൊക്കെ എന്തുണ്ട്, ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ കോസ്റ്റുകൾ എത്രത്തോളം കൂടി വരികയാണെങ്കിൽ അത് കമ്പനിയുടെ പ്രോഫിറ്റിനെ നല്ല വൃത്തിക്ക് എന്ത് ചെയ്യും, ബാധിക്കുന്നൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ കൂടി വരുന്ന കോസ്റ്റുകളെ പ്രോപ്പർലി കൺട്രോൾ ചെയ്ത് അതിനെ പ്രോപ്പർലി മാനേജ് ചെയ്തുകൊണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കുറക്കാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ അതിനെ കുറക്കാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ ഈ സെക്ഷൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു സെക്ഷൻ ഒരു 80% പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസാണ്. അതിലൊരു 20% മാത്രമേ തിയറിറ്റിക്കൽ ഏരിയാസ് എന്ത് ചെയ്യുന്നുള്ളൂ, ഇൻക്ലൂഡ് ആയിട്ടുള്ളൂ. നമ്മളെ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനിയിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള പ്രൊഡക്റ്റുകളോ സർവീസുകളോ കൊടുക്കുന്നുണ്ടാവാം. ഇപ്പം നമ്മളൊരു കമ്പനിക്ക് അവിടെ ഒന്ന് 2-3 പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ടോട്ടലി നമ്മളൊരു റെൻറ്റ് കൊടുക്കുന്നുണ്ടാവും. ഈ ടോട്ടലി നമ്മൾ റെൻറ്റ് കൊടുക്കുന്നത് ഈ പറയുന്ന 3 പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ റെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റെൻറ്റുകൾ എന്ത് ചെയ്യണം, ഈ 3 പ്രൊഡക്റ്റിലേക്കും പ്രോപ്പർലി അലോക്കേറ്റ് ചെയ്യണം. പ്രോപ്പർലി അലോക്കേറ്റ് ചെയ്താൽ മാത്രമേ ഓരോ പ്രൊഡക്റ്റിനും എത്രത്തോളം ചിലവുകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, മനസ്സിലാവത്തുള്ളൂ. ആ ചിലവുകളെ കൃത്യമായി മെഷർ ചെയ്ത് ആ ചിലവുകളെ കൃത്യമായി അലോക്കേറ്റ് ചെയ്താലേ ഓരോ പ്രൊഡക്റ്റിൻ്റെയും പെർ യൂണിറ്റ് കോസ്റ്റുകൾ അഥവാ ഒന്നുണ്ടാക്കാനുള്ള ചിലവ് എത്രയാണ് എന്നുള്ള കാര്യം നമുക്ക് എന്താവുക, മനസ്സിലാവത്തുള്ളൂ. ഈ കോസ്റ്റുകളെ കൃത്യമായി അനലൈസ് ചെയ്ത് ഇതിന് കൃത്യമായി അസസ് ചെയ്താലാണ് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ കോസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ ആ കോസ്റ്റുകളെ ഒഴിവാക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനും സാധിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളായിരിക്കും കോസ്റ്റുകളെ എത്രത്തോളം വരുന്നുണ്ട്, കോസ്റ്റുകളെ എത്രത്തോളം കുറക്കണം, കോസ്റ്റിനെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, പല കോസ്റ്റുകളെയും എങ്ങനെയാണ് വീതിച്ച് കൊടുക്കേണ്ടത്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എത്രത്തോളം ചിലവുകൾ വരും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ ഡിസ്കസ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കലോടുകൂടി നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ ചിലവുകളെക്കുറിച്ചും കോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു സെക്ഷൻസ് പഠിക്കലോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോളേജ് അക്വയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ നമുക്ക് ഇതുപോലുള്ള പാർട്ട് 1-ലെ മറ്റുള്ള സെക്ഷൻസിൻ്റെയും ഡീറ്റെയിൽസായി മറ്റുള്ള വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.